ഈ കഴിഞ്ഞ 2 വർഷക്കാലമുള്ള ന്യൂനപക്ഷ സെമിനാറുകളിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കമ്മീഷൻ അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. 18 ലോൺ സ്കീമുകളാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലൂടെ നൽകുന്നത് എങ്കിലും 2021 കാലഘട്ട സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് കൃത്യമായിട്ടും ഈ ധനകാര്യ കോർപ്പറേഷനിലൂടെ ആളുകൾക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് ലോൺ ലഭിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ 6 ലോണിന് അപേക്ഷിച്ചു കഴിഞ്ഞാലും അവിടേക്ക് ഫോൺ വിളിക്കുമ്പോഴും അപേക്ഷ സമർപ്പിക്കുമ്പോഴും അവിടുന്ന് കിട്ടുന്ന ഉത്തരം ഫണ്ട് ഇല്ല എന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല എന്നുള്ളതാണ്. MD ഇല്ല, ജനറൽ മാനേജർ ഇല്ല. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം ലഭിക്കേണ്ട ഒരു ബാങ്കിംഗ് സ്ഥാപനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരുന്നതുകൊണ്ട് ഇത്തരം സെമിനാറുകളിലൂടെ നൽകുന്ന കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻസ് ഒന്നും പ്രായോഗികമായിട്ട് നടപ്പിലാകാത്ത സാഹചര്യമാണ്. ഇന്ന് പോലും ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്, പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് പങ്കെടുക്കുന്നത്? കാരണം പങ്കെടുത്തിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്ന് പറയുക. മറ്റൊരു വലിയ വേദനാജനകമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ ലോണ് സാങ്ഷൻ ആയിട്ട് കിട്ടിയ വ്യക്തികൾക്ക് 2ഉം 3ഉം ഗഡുക്കൾ, അത് വിദ്യാഭ്യാസ ലോണാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ആ വിദ്യാഭ്യാസ ലോണിന്റെ 2ഉം 3ഉം ഗഡുക്കൾ കിട്ടാതെ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളും അവിടെ ആ വിദ്യാർത്ഥികളും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധയിലേക്ക് സമർപ്പിക്കാനുള്ളത്, ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ വെബ്സൈറ്റ് സമയബന്ധിതമായിട്ട് അപ്ഡേറ്റഡ് ആകുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ സാമ്പത്തിക വർഷവും വിവിധ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് ലോണുകൾ അനുവദിച്ച് കിട്ടുന്നതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ ലഭ്യമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും ഇപ്പൊ വെബ്സൈറ്റിൽ ലഭ്യമല്ല. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ കഴിയാത്ത സാഹചര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഡാറ്റയും അവർക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യാൻ ഞങ്ങളെ പോലെയുള്ള സംഘടനാ പ്രതിനിധികൾക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. 11 ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ നമുക്കുണ്ട്. ഞാനിവിടെ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അപേക്ഷിച്ച 10% ക്രിസ്ത്യാനികൾക്ക് പോലും ഞങ്ങളുടെ ഇടവകകളിൽ ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ 10% ആളുകൾക്ക് പോലും കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിട്ടില്ല. ഒത്തിരിയേറെ ആളുകൾ പരാതികളുമായിട്ട് ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പോർട്ടലുകളിൽ കൃത്യമായിട്ടും ഇതിന്റെ അപ്ഡേഷൻസ് കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യമുള്ളത്, ഇതുപോലെ വ്യത്യസ്ത ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ എത്ര ആളുകൾ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചു, എന്തുകൊണ്ടാണ് അപേക്ഷിച്ചിട്ട് അത് നിരസിച്ചത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമല്ല. അപ്പോൾ ഒരാൾ അപേക്ഷ വെക്കുന്നു, ഒരുപാട് നാൾ കാത്തിരിക്കുന്നു, അവസാനം എന്തുകൊണ്ടാണ് നിരസിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഈ വ്യക്തിക്ക് ലഭിക്കാതെ വരുമ്പോൾ അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക, അതൊരു തൊഴിലായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത് ആളുകളെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്ന് കമ്മീഷനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉള്ളത്, 80-20 അനുപാതത്തിലാണ് കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിതരണം നടന്നിട്ടുള്ളത്. അത് ഹൈക്കോടതിയിൽ ജനസംഖ്യ ആനുപാതികമായിട്ട് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യണം എന്ന് വിധി വരികയും എന്നാൽ സർക്കാർ തന്നെ ഇപ്പോൾ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും ചെയ്യുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം വീണ്ടും നടപ്പിലാക്കാൻ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വരികയാണോ എന്നുള്ള ആശങ്ക ഈ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളാണ്. ഇവിടെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രയും കോഴിക്കോടുമാണ് 2 ന്യൂനപക്ഷ പരിശീലന കേന്ദ്രങ്ങളുള്ളത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകളുള്ളത്. അപ്പൊ ഈ മലയോര മേഖലയിലുള്ള ആളുകൾക്ക് കൂടുതൽ പരിശീലനം ലഭ്യമാകേണ്ടതുണ്ട്. കോഴിക്കോട് ടൗണിൽ ഒരു കേന്ദ്രമുണ്ട് എങ്കിൽ അതിൽ അധികം ആളുകൾ ഉപകാരപ്പെടില്ല. കാരണം ഇവിടെയുള്ള ടൗണിലുള്ള ആളുകൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ളവരാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് സാധ്യതകൾ തേടി പോകുന്നവരാണ്. പക്ഷെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള കോച്ചിങ് സെന്ററുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഗുണഭോക്താക്കളാകാൻ സാധിക്കും. മറ്റൊരു കാര്യം, സബ് സെന്റേഴ്സ് ഉള്ളത് 3 പ്രധാനപ്പെട്ട സബ് സെന്ററുകൾ കോഴിക്കോടുള്ളത് ഏതെങ്കിലും ഒരു മത കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, സ്വാഭാവികമായിട്ടും മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അത്തരം കോച്ചിങ് സെന്ററുകളിലേക്ക് പോകാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള വിമുഖത രൂപപ്പെടും. അതിനൊരു പരിഹാരം എന്നുള്ളത് ഒന്നുകിൽ ഒരു മതവിഭാഗത്തിന്റെ സ്ഥാപനങ്ങളോട് ചേർന്ന് ഇത്തരം സബ് സെന്റേഴ്സ് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അതേപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ കേന്ദ്രങ്ങളിലേക്കും ഇതുപോലെ സബ് സെന്റേഴ്സ് വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ആളുകൾ കൃത്യമായിട്ട് എത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഈ കോച്ചിങ് സംവിധാനം ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നു എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗത്തിന് കമ്മ്യൂണിറ്റി റിസർവേഷൻ ആയിട്ട് 20% പാർട്ടിസിപ്പേഷൻ കിട്ടുമ്പോൾ മുന്നാക്ക ന്യൂനപക്ഷ സമൂഹത്തിന് അത് 10% മാത്രമാകുകയാണ്. അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം തന്നെ ലംഘിക്കപ്പെടുകയും ഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക? അത് കമ്മീഷന് മുൻപിലേക്ക് ചോദ്യമായിട്ട് തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്.